ശരി ശരി, വിളിക്കാം. സച്ചി, താൻ എന്തേ കാണിക്കുന്നേ? മിണ്ടിപ്പോരുത്. ബഹളം വെച്ചാ ഈ കത്തി ഞാൻ സാറിന്റെ കഴുത്തിൽ കുത്തിക്കയറ്റും. നഷ്ടപ്പെടാൻ എനിക്ക് ഒന്നുമില്ല. മുകളിൽ ആകാശം, താഴെ ഭൂമിയാ. പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ സാറിനെ ഞാൻ കൊല്ലും. തനിക്ക് എന്താണോ വേണ്ടത്? എന്തിനാ താൻ എന്റെ പിന്നാലെ ശല്യം ചെയ്യുന്നത്? അതൊന്ന് പറയാൻ വേണ്ടി എത്ര തവണ ഞാൻ പിന്നാലെ നടന്നു. സംസാരിക്കാൻ നിങ്ങൾ സമ്മതിച്ചോ? ഇതല്ലാതെ എന്റെ മുമ്പിൽ വേറെ വഴിയില്ല. മര്യാദയ്ക്ക് പറയുന്ന അനുസരിച്ചാൽ സാറിന് കൊള്ളാം. ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നെന്ന് എനിക്ക് പോലും അറിയില്ല. വണ്ടി എടുക്കും സാറേ. സച്ചി, തനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറ, ഞാൻ കേക്കാം. അത് വേണ്ട. ഇവിടെ വെച്ച് ഇനി ചോദ്യം പറച്ചിലൊന്നും വേണ്ട. ഞാൻ പറയുന്ന സ്ഥലത്ത് അവിടെ വെച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളോട് പറയും. വണ്ടി എടുക്കണോ? തനിക്കെന്താ ഭ്രാന്ത് പിടിച്ചോ സച്ചി? തന്നോടൊരു സൗഹൃദം കാണിച്ചു പോയതിന് താൻ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? 10 വർഷം മുമ്പ് എന്റെ ജീവിതം കവർന്നെടുത്ത് നിങ്ങളാണോ എന്നോട് എങ്ങനെ പെരുമാറണമെന്ന് പറയുന്നത്? ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോ എന്നെ കാണാൻ നിങ്ങൾക്ക് സമയമില്ല അല്ലേ? ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറിയാ ഞാൻ വിടുമെന്ന് കരുതിയോ? എനിക്ക് പറയാനുള്ളത് മുഴുവൻ നിങ്ങൾ കേട്ടേ പറ്റൂ. വണ്ടി എടുക്ക് സാറേ. സച്ചി, കത്തി മാറ്റ്. നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. സമാധാനത്തിന്റെ കാലങ്ങളൊക്കെ കഴിഞ്ഞു. തന്നോട് വണ്ടി എടുക്കാനല്ലേ പറഞ്ഞേ? എടുക്കണോ വണ്ടി? എങ്ങോട്ടെന്ന് ഞാൻ പറയാം. അതുവരെ ഒരു അനാവശ്യ നീക്കവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. ഉണ്ടായ സച്ചി, കത്തി മാറ്റ്. താനെന്താ വലിയ ഗുണ്ടയാണെന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണോ? അല്ല സാറേ, ഇത് നിലയില്ലാതെ നിൽക്കുന്നവന്റെ അവസാനത്തെ കളിയാ. എന്നെയും മരണക്കളി കൊണ്ടെത്തിച്ചത് സാറാ. സച്ചി സാറേ, മിണ്ടായിരുന്നു. വണ്ടി പിടിക്കും സാറേ. സാറേ എടുത്തോട്ട് പോ. ആ ദാ അവിടെ ദാ ആ കാറ് കിടക്കുന്നിടത്ത് നിർത്ത്. ഇറങ്ങും സാറേ. സച്ചി, ഇറങ്ങാൻ. ഇറങ്ങണോ? നടക്ക് സാറേ, നടക്ക്. നടക്കാൻ. എടോ സച്ചി, താൻ അതിന് വിടുക. എന്റെ ജീവിതത്തിനിപ്പോ അതിലും ഒന്നുമില്ല സാറേ. ഉണ്ടെങ്കിൽ തന്നെ അതിന് ഉത്തരവാദി നിങ്ങളാ. ഇന്ന് എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ പറഞ്ഞേ പറ്റൂ. നടക്കൂ സാറേ.